ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് തോട്ട്സ്, കറന്റ് ഇമോഷൻസ് ആൻഡ് കറന്റ് മെസ്സേജസ് എന്താണ്, നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണ്, ഇന്റിമേറ്റ് ഫീലിങ്സ് എന്താണ്, നിങ്ങളോട് എത്രമാത്രം ഈ പേഴ്സൺ ആ ഒരു കരുതൽ, ആ ഒരു പ്രണയമുണ്ട്, ആ ഒരു സ്നേഹമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഫ്യൂച്ചറിൽ എങ്ങനെ പോകണം, എങ്ങനെയൊക്കെയാണ് ഈ വ്യക്തി പ്ലാൻ ചെയ്യുന്നത്, എന്ത് ഡിസിഷൻ ആണ് നിങ്ങൾക്ക് വേണ്ടി എടുക്കണമെന്ന് ഈ പേഴ്സൺ വിചാരിക്കുന്നത്. ഓക്കെ, സോ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സന്റെ എനർജിയുമായിട്ട് റീകണക്ട് ചെയ്യാൻ നിങ്ങൾ നല്ല പോലെ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് റീഡിംഗ് കാണണം. അതേപോലെ തന്നെ മനസ്സ് ഏകാഗ്രമാക്കി വെക്കുക. മനസ്സിലുള്ള ചിന്തകളൊക്കെയും അല്പനേരത്തേക്കൊന്ന് മാറ്റിവെക്കുക. വളരെ പോസിറ്റീവായിട്ടിരിക്കുക. മനസ്സിൽ അനാവശ്യമായിട്ടുള്ള ഉത്കണ്ഠ അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ടെൻഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിവെക്കണം. നെഗറ്റീവായിട്ടുള്ള ഒരു ഇമോഷൻസും കൊണ്ടുവരരുത്. നല്ലതുപോലെ പ്രാർത്ഥിച്ച് റീഡിംഗ് കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം. ഇന്ന് ഞാനിവിടെ ഒറക്കിൾ കാർഡ്സ് വെച്ചിട്ടാണ് റീഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്സ് ഒന്ന് എടുത്ത് നോക്കാം. സോ ആദ്യത്തെ കാർഡ് തന്നെ ലെറ്റിംഗ് ഗോ. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോഴുള്ള പ്രോബ്ലംസിനെ, ഇപ്പോഴുള്ള ആ ഒരു മിസ്റ്റേക്സ്, മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് അല്ലെങ്കിൽ കൺഫ്യൂഷൻസ് ഒക്കെ ലെറ്റ് ഗോ ചെയ്യാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഇതുവരെയും കഴിഞ്ഞു പോയിട്ടുള്ള എല്ലാ വിധത്തിലുള്ള പ്രോബ്ലംസിനെയും മാറ്റി നിർത്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ഒരു ഫ്യൂച്ചർ തോട്ട് കൊണ്ടുവരണം. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ബെറ്റർമെന്റിന് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കണം. ഓക്കെ, അതേപോലെ തന്നെ മേ ബി തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു ബന്ധമാണ് നിങ്ങളുടേതെങ്കിൽ തേർഡ് പാർട്ടിയെ റിലീസ് ചെയ്യണം, തേർഡ് പാർട്ടിയെ ലെറ്റ് ഗോ ചെയ്യണം. തേർഡ് പാർട്ടിയുടെ ആ ഒരു ഓവർ കൺട്രോളിങ് നേച്ചറിനെ ലെറ്റ് ഗോ ചെയ്യണം, റിലീസ് ചെയ്യണമെന്ന് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നുണ്ട്. അതായത് ഇതുവരെ ഉണ്ടായിരുന്ന മിസ്അണ്ടർസ്റ്റാൻഡിങ് എനർജി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്നും പൂർണ്ണമായിട്ടും റിലീസ് ചെയ്യണമെന്നാണ് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത്. ഓക്കെ, എന്തെങ്കിലും തരത്തിലുള്ള ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു എങ്കിൽ അതിനെയൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്നും പൂർണ്ണമായിട്ടും മാറ്റി നിർത്താൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നു. നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് കറേജ് എന്നുള്ളൊരു കാർഡാണ്. അതായത് ഈ പേഴ്സൺ വളരെയധികം സ്റ്റേബിൾ ആയിട്ട്, വളരെയധികം കറേജസ് ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതായത് ഒരു ഇന്നർ സ്ട്രെങ്ത് തന്നെ ഈ പേഴ്സൺ ഉണ്ടാകുന്നുണ്ട്. മേ ബി പലപ്പോഴും കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ മടി കാണിച്ചിരുന്നു. കറക്റ്റ് ആയിട്ടുള്ള ഒരു തിങ്കിങ് ഈ പേഴ്സൺ ഉണ്ടായിരുന്നില്ല. ഇനി എന്ത് ചെയ്യണം, ഇനി എങ്ങനെയാണ് മുന്നോട്ടേക്ക് പോകേണ്ടുന്നത്, എന്തൊക്കെയാണ് പ്രശ്നങ്ങളെ എങ്ങനെ നേരിടണം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മിസ്റ്റേക്ക് ആയിട്ട് പറ്റിപ്പോയത്, അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും അല്ലെങ്കിൽ സ്വന്തം തെറ്റുകളെ അംഗീകരിക്കാനുള്ള ഒരു കറേജ് പോലും കാണിച്ചിരുന്നില്ല. അതായത് തേർഡ് പാർട്ടിയുടെ വാക്കുകൾ ഓവറായിട്ട് കേൾക്കുക, ഓവറായിട്ട് കൺട്രോളിങ് ചെയ്യാൻ അവരെ അനുവദിക്കുക, ഇൻഫ്ലുവൻസിൽ വരിക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടാകാം. അതേപോലെ തന്നെ നെഗറ്റീവ് ഇഷ്യൂസ്, നെഗറ്റീവ് ആയിട്ടുള്ള ഇന്റർഫിയറൻസ് അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നു പോയിട്ടുണ്ട് എങ്കിൽ അതിനെയൊക്കെ ലെറ്റ് ഗോ ചെയ്ത് ആ ഒരു കറേജസ് ആയിട്ടുള്ള, വളരെ കറക്റ്റ് ആയിട്ടുള്ള, വളരെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു കറേജ് കാണിക്കാനായിട്ട് ഈ പേഴ്സൺ ഇപ്പോൾ തയ്യാറാണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് കിട്ടിയിട്ടുള്ളത് ഇന്നസെൻസ് എന്നുള്ളൊരു കാർഡാണ്. അതായത് മേ ബി നിങ്ങളുടെ ആ ഒരു എഫേർട്ടിനെ, നിങ്ങളുടെ വാല്യൂവിനെ ഒന്നും മനസ്സിലാക്കാതെ പ്രവർത്തിച്ചിരുന്നു ഈ വ്യക്തി. നിങ്ങളുടെ പ്രണയത്തെ, നിങ്ങളുടെ നിഷ്കളങ്കതയെ, അതേപോലെ തന്നെ നിങ്ങളുടെ ട്രൂ ആയിട്ടുള്ള ആ ഒരു ഫീലിങ്സിനെ മനസ്സിലാക്കാതെ പലപ്പോഴും ഈ റിലേഷൻഷിപ്പിൽ നിന്നും വിട്ടു നിന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതായത് ഓൺ ആൻഡ് ഓഫ് പോലെയുള്ള സിറ്റുവേഷൻ ഒരുപാട് വട്ടം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നു പോയിട്ടുണ്ടാകാം. ഈ വ്യക്തിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടാകാം. പക്ഷേ ഇടയ്ക്ക് വെച്ചെപ്പോഴും കറേജ് ഇല്ലാത്ത പോലെയും കറേജ് കാണിക്കാത്ത പോലെയും ഒക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. ഒരു കറക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നില്ല. നിങ്ങളുടെ നല്ല സ്വഭാവത്തെയും നിങ്ങളുടെ പ്രണയത്തെയും ഒക്കെ മുതലെടുക്കുന്നതായിട്ടും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം. അതായത് നിങ്ങൾ എപ്പോഴും ഈ വ്യക്തിക്ക് വേണ്ടി 100% കൊടുക്കാൻ റെഡി ആയപ്പോൾ തിരിച്ച് നിങ്ങൾക്ക് ആ ഒരു 100% ആ ഒരു സപ്പോർട്ടോ പ്രണയമോ കാണിച്ചില്ല ഈ ഒരു പേഴ്സൺ. ഓക്കെ, അതായത് നിങ്ങളുടെ ഇന്നസെൻസിനെ മുതലെടുത്തു, നിങ്ങളുടെ നിഷ്കളങ്കതയെ മുതലെടുത്തു, നിങ്ങളുടെ ആ ഒരു പ്രണയത്തെ മുതലെടുപ്പ് നടത്തി
തോന്നിയിട്ടുണ്ടാകാം. പക്ഷേ ഇപ്പോൾ നോക്കൂ, ഈ വ്യക്തിക്ക് അത് മനസ്സിലാകുന്നുണ്ട്. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ കാര്യങ്ങളെ പോലും മാറ്റി വെച്ചുകൊണ്ട്, നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസിനെ ഒക്കെ മാറ്റി വെച്ചുകൊണ്ട്, പേഴ്സണൽ ആയിട്ടുള്ള എന്ത് ടെൻഷൻസ് ഉണ്ടെങ്കിലും അതിനെയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് എപ്പോഴും ഈ വ്യക്തിക്ക് വേണ്ടി നിന്നിരുന്നു. എപ്പോഴും ഈ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യാനും ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ എത്രമാത്രം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചോ അതിനു വേണ്ടി കൂടി നിങ്ങൾ നിന്നിരുന്നു. റിലേഷൻഷിപ്പിന് വേണ്ടി മുന്നോട്ടേക്ക് എന്ത് കാര്യത്തിലും ഒരു സപ്പോർട്ടിംഗ് ആയിട്ട് നിങ്ങൾ നിന്നിരുന്നു. പക്ഷേ ഒരിക്കലും ഈ വ്യക്തി അത് മനസ്സിലാക്കാതെ പോയി എങ്കിൽ അതിനെ ഇപ്പോൾ ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. അംഗീകരിക്കാനുള്ള ആ ഒരു മനസ്സ് ഈ വ്യക്തിക്ക് ഉണ്ടാവുന്നുണ്ട്. നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഇന്നർ വോയിസ് എന്നുള്ളൊരു കാർഡാണ്. അതായത് ഈ വ്യക്തിയുടെ മനസ്സാക്ഷി തന്നെ ഈ വ്യക്തിയെ കൊണ്ട് ചിന്തിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് ആ ഒരു ഹീലിംഗ് ഉണ്ടാകുന്നുണ്ട്. മനസ്സിൽ തന്നെ ഈ വ്യക്തിക്ക് തോന്നുന്നുണ്ട് എന്തൊക്കെ മിസ്റ്റേക്സ് ആണ് ചെയ്തു പോയിട്ടുള്ളത്, എന്തിനാണ് ഇത്രയും പ്രോബ്ലംസ് റിലേഷൻഷിപ്പിൽ വന്നു പോയിട്ടുള്ളത്. ഈ വ്യക്തിയുടെ ഭാഗത്തിലുള്ള ആ ഒരു മിസ്റ്റേക്സിനെയും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിനെയും ട്രസ്റ്റ് ഇഷ്യൂസിനെയും ഒക്കെ ഈ വ്യക്തി നല്ല പോലെ ഇപ്പോൾ ചിന്തിച്ച് അതിന്റെ ഒരു ശരി തെറ്റുകൾ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഒരു സെൽഫ് റിയലൈസേഷൻ എനർജിയാണ്. അതായത് സ്വയം തന്നെ അത് മനസ്സിലാക്കി അംഗീകരിച്ച് തെറ്റുകളെ തിരുത്തി മുന്നോട്ടേക്ക് വരണമെന്ന് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നുണ്ട്. ഓക്കെ, സോ തീർച്ചയായിട്ടും ഹാർട്ട് ചക്ര ബ്ലോക്കേജസ് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്, നിങ്ങളെ മനസ്സിലാക്കാതെ പോയി, നിങ്ങളുടെ പ്രണയത്തെ മനസ്സിലാക്കാതെ പോയി എന്നതിലൊക്കെ നിങ്ങൾ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ അത് ഓർത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയത്തിന് ഒരു വാല്യൂ തരാതെയൊക്കെ പോയിട്ടുണ്ട് എങ്കിൽ ഈ വ്യക്തി അത് മനസ്സിലാക്കുന്നുണ്ട്. ഈ വ്യക്തിയുടെ മനസ്സ് തന്നെ, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ സോള് തന്നെ ഈ വ്യക്തിയെ വീണ്ടും വീണ്ടും അത് പറഞ്ഞ്, അല്ലെങ്കിൽ അങ്ങനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഓക്കെ, സോ തീർച്ചയായിട്ടും യൂണിവേഴ്സൽ ഇടപെടൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ട് എന്നതിനെ സൂചിപ്പിക്കുന്ന കാർഡാണ് ഇന്നർ വോയിസ്. ഇന്നർ ഹീലിംഗ് നിങ്ങളുടെ പേഴ്സണിൽ ഉണ്ടാകുന്നുണ്ട്. തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ വിശ്വാസത്തോടു കൂടി ഈ ഒരു എനർജി ക്ലെയിം ചെയ്യുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ പേഴ്സന്റെയും നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെയും ഒരു മാറ്റം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പോസിറ്റീവ് ട്രാൻസ്ഫോർമേഷൻ, പോസിറ്റീവ് ഹീലിംഗ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എത്രമാത്രം നിങ്ങൾ വിശ്വാസത്തോടു കൂടി ഈ ഒരു എനർജി ക്ലെയിം ചെയ്യുന്നു അത്രമാത്രം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ബെറ്റർമെന്റ് ഉണ്ടാകും. ഓക്കെ, അതേപോലെ തന്നെ സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യണം, പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ശക്തിയുണ്ട് എന്ന് പൂർണ്ണമായിട്ടും മനസ്സിൽ വിശ്വാസത്തോടു കൂടി നിങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടി പുറപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്കത് നടന്നിരിക്കും. ഷുവർ ആണ്, നിങ്ങളുടെ പേഴ്സന്റെ ഹീലിംഗ് ആണ് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ വിശ്വാസത്തോടു കൂടി ഈ എനർജിയെ ക്ലെയിം ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് കോംപ്രമൈസ് എന്നുള്ളൊരു കാർഡാണ്. അതായത് ഡെഫിനറ്റ്ലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കോംപ്രമൈസ് വേണ്ടി വരും. നിങ്ങളുടെ പേഴ്സൺ കോംപ്രമൈസ് ചെയ്യണം. മേ ബി സ്റ്റബേൺ എനർജി കാണിച്ചിരുന്ന ഒരു വ്യക്തിയാണ്, ഈഗോ കാണിച്ചു നടന്നിരുന്ന ഒരു പേഴ്സൺ ആണ്, സെൽഫിഷ് തോട്ട്സ് ഉണ്ടായിരുന്ന ഒരു പേഴ്സൺ ആണ്, വളരെയധികം പിടിവാശി, വളരെ കർക്കശമായിട്ടുള്ള ഒരു ക്യാരക്ടർ ഉള്ള ഒരു പേഴ്സൺ ആണ്. ഒന്നിലും വിട്ടുവീഴ്ചയില്ല, ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യില്ല. തെറ്റുണ്ടെങ്കിൽ പോലും അത് അംഗീകരിക്കാതെ ആ ഒരു തെറ്റൊക്കെ നിങ്ങളുടെ സൈഡിലോട്ടാക്കി മാറി നിന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു. എല്ലാത്തിലും കുറ്റപ്പെടുത്തലുകളും എല്ലാത്തിലും നിങ്ങളുടെ മേൽ പഴി ചാരിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു എങ്കിൽ ഇപ്പോൾ നോക്കൂ, കോംപ്രമൈസിന് ഈ വ്യക്തി തയ്യാറാകുന്നുണ്ട്. ഒരു കോംപ്രമൈസ് ടോക്ക് നിങ്ങൾക്കിടയിൽ വരണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ കോംപ്രമൈസ് ടോക്കിന് വേണ്ടി ഒരു മെസ്സേജ് നിങ്ങൾക്ക് വരാൻ ചാൻസസ് ഉണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ നേരിട്ട് വന്ന് കാണാനുള്ള എല്ലാ വിധത്തിലുള്ള സാധ്യതയും ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ തീർച്ചയായിട്ടും എനർജി നിങ്ങൾ ക്ലെയിം ചെയ്യണം. വിശ്വാസപൂർവ്വം നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ക്ലെയിം ചെയ്യുക. നല്ല പോലെ ഇതിനായിട്ട് പ്രാർത്ഥിക്കുക. ഇത് റിയാലിറ്റിയിലോട്ട് വരാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. എത്രമാത്രം നിങ്ങൾ കണക്ട് ചെയ്യുന്നോ നിങ്ങളുടെ സോളുമായിട്ട് ഈ ഒരു എനർജി നിങ്ങളുടേതായിട്ട് മാറും. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് എക്സോഷൻ എന്നുള്ളൊരു കാർഡാണ്. സോ ഡെഫിനറ്റ്ലി എക്സോസ്റ്റഡ് ആകുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി, ടയേർഡ് ആകുന്നുണ്ട്. മേ ബി തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവന്നതിലൊക്കെ ഇപ്പോൾ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. അതായത് മേ ബി ഈ വ്യക്തിയുടെ ആ ഒരു ടെൻഷൻ ഫ്രീ ആക്കേണ്ടുന്ന ആളുകൾ, അല്ലെങ്കിൽ ടെൻഷൻ ബ്രേക്കർ എന്ന് പറയുന്നത് നിങ്ങളായിരുന്നു. നിങ്ങളാണ് ഈ വ്യക്തിയെ സപ്പോർട്ട് ചെയ്ത് ഈ വ്യക്തിയുടെ ലൈഫിലുള്ള പ്രശ്നങ്ങളെയൊക്കെ മാറ്റിയെടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ഈ വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കുകയും ഈ വ്യക്തിക്ക് ഒരു സപ്പോർട്ടറായിട്ട് നിന്നിട്ടുള്ളതും നിങ്ങൾ മാത്രമാണ്. അത് ഫിനാൻഷ്യലി ആകാം, ഇമോഷണലി ആകാം, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ മൂഡ് സ്വിംഗ് എനർജിയിൽ പോലും നിങ്ങൾ ഈ വ്യക്തിയെ വളരെയധികം സ്നേഹിച്ചും വളരെയധികം സപ്പോർട്ട് ചെയ്തും നിലനിന്നിരുന്നു. ഇപ്പോൾ നോക്കൂ, നിങ്ങൾ ഈ വ്യക്തിയുടെ ലൈഫിൽ ഇല്ല, നിങ്ങൾ ഈ വ്യക്തിയിൽ നിന്ന്
നിന്നും ദൂരത്തിലാണ്, ഡിസ്റ്റൻസിലാണ് എങ്കിൽ ഈ വ്യക്തിക്ക് ആ ഒരു എക്സോഷൻ, ആ ഒരു ടയർഡ്നെസ് തോന്നുന്നുണ്ട്. ഇനി എന്ത് അല്ലെങ്കിൽ എങ്ങനെ മുന്നോട്ടേക്ക് പോകും എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാകുന്നുണ്ട്. ഒരു വളരെയധികം മാനസികമായിട്ട് ഈ വ്യക്തി ഡിപ്രസ്ഡ് സിറ്റുവേഷനിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ദെൻ ബോട്ടം ഓഫ് ദ ഡെക്ക് എനർജി ആയിട്ട് കിട്ടിയിട്ടുള്ളത് അവയർനെസ് എന്നുള്ളൊരു കാർഡാണ്. അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ അത്രമാത്രം സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും അത്തരക്കാരെ, അങ്ങനെയുള്ള നെഗറ്റീവ് ആളുകളെ, അങ്ങനെയുള്ള ടോക്സിക് ചിന്താഗതിയുള്ള ആളുകളെ, ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെ, സിറ്റുവേഷനെ ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള അവയർനെസ് ഈ വ്യക്തിക്ക് ഉണ്ടാവുന്നുണ്ട്. മേ ബി നിങ്ങൾ ഒരുപാട് വട്ടം ഈ വ്യക്തിയെ പറഞ്ഞു തിരുത്താൻ അല്ലെങ്കിൽ പറഞ്ഞു മാറ്റാൻ ഒക്കെ നോക്കിയിട്ടുണ്ടാകും. യഥാർത്ഥത്തിലുള്ള ആ ഒരു സിറ്റുവേഷനെ കുറിച്ച്, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ തേർഡ് പാർട്ടിയുടെ നേച്ചറിനെ കുറിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് പ്രോബ്ലംസ്, അതിന്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ ഒക്കെ നോക്കിയിട്ടുണ്ടാകാം. പക്ഷെ അപ്പോഴൊക്കെ നിങ്ങളുടെ വാക്കുകൾക്ക് വില തരാത്ത പോലെയോ, അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ച് ഈ വ്യക്തി തെറ്റായി ധരിച്ച് അങ്ങനെ പല കാര്യങ്ങളും, വേദനിപ്പിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകാം, പ്രവർത്തിച്ചിട്ടുണ്ടാകാം. പക്ഷെ ഇപ്പോൾ ആ ഒരു അവയർനെസ് ഉണ്ടാകുന്നുണ്ട്. ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കാൻ വളരെയധികം ശ്രമിക്കുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ട്രൂ നേച്ചർ അല്ലെങ്കിൽ ട്രൂത്ത് എന്താണ് എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, പലതിന്റെയും യഥാർത്ഥ അവസ്ഥയും പലതിന്റെയും യഥാർത്ഥത്തിലുള്ള ആ ഒരു കാര്യവും, അതായത് സത്യം എന്താണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്, തേർഡ് പാർട്ടി എത്രമാത്രം നെഗറ്റീവ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിനെക്കുറിച്ചൊക്കെ അവെയർ ആകുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ. മേ ബി ഈ വ്യക്തിക്ക് ആ ഒരു ക്രൗൺ ചക്ര ഹീലിംഗ് ഉണ്ടാകുന്നുണ്ട്. തീർച്ചയായിട്ടും ഹീലിംഗ് നടക്കുന്നത് കൊണ്ടാണ് ഇത്രത്തോളം ഈ വ്യക്തിയുടെ ഇന്നർ വോയിസ് അല്ലെങ്കിൽ അവയർനെസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഈ വ്യക്തിയുടെ മെസ്സേജസ്, നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് എന്താണ് എന്നുകൂടി നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് മൈ ഡ്രീംസ് എന്നുള്ളതാണ്. അതായത് ഫസ്റ്റ് തന്നെ മൈ ഡ്രീംസ് എന്നുള്ളൊരു കാർഡാണ്. സോ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ്, നിങ്ങളുടെ ഫ്യൂച്ചർ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ലൈഫ്, നിങ്ങളുടെ മാരേജ്, നിങ്ങളുടെ കമ്മിറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഒക്കെ നിങ്ങളുടെ പേഴ്സൺ ഡ്രീം ചെയ്യുന്നുണ്ട്. നിങ്ങളുമായിട്ടുള്ള ഒരു ബെറ്റർ ഫ്യൂച്ചർ വേണം, ടുഗദർനെസ് വേണം എന്നൊക്കെ ഈ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി ഒരുപാട് നിങ്ങളെ കുറിച്ചുള്ള ഡ്രീംസ്, അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് ഡ്രീംസിൽ ഈ വ്യക്തി കാണുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് യു ഹേർട്ട് മീ എന്നുള്ളൊരു കാർഡാണ്. മേ ബി നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള വാക്കുകളാലോ പ്രവൃത്തികളാലോ ഈ വ്യക്തിയെ വേദനിപ്പിച്ചിട്ടുണ്ടാകാം എന്നാണ് ഈ വ്യക്തി പറയുന്നത്. ഈ വ്യക്തിക്ക് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാകുന്നുണ്ട്. മേ ബി നിങ്ങൾ ഇപ്പോൾ ഈ വ്യക്തിയെ ചേസ് ചെയ്യുന്ന നിർത്തി, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ഈ വ്യക്തിയോട് ഇൻഡിഫറന്റ് ആയിട്ട് പെരുമാറുന്നുണ്ട്. മേ ബി നിങ്ങൾ എപ്പോഴും ഈ വ്യക്തിക്ക് കൊടുക്കേണ്ടുന്ന കെയറിൽ നിന്നും അല്പം ഒന്ന് വിട്ടു നിൽക്കുകയാണ്, അഫെക്ഷനിൽ നിന്നുമൊക്കെ അല്പം വിട്ടു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് എങ്കിൽ അത് ഒരുപാട് ഈ വ്യക്തിയെ ഹേർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഓവർ ഡിമാൻഡിങ്, ഓവർ പൊസസീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അതായത് ഈ വ്യക്തിക്ക് എന്തും ചെയ്യാം, പക്ഷെ നിങ്ങൾ ഈ വ്യക്തിയെ അവഗണിച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് അതൊരിക്കലും താങ്ങാൻ കഴിയില്ല. മേ ബി അങ്ങനെ ഒരു വ്യക്തി ആയിരിക്കാം. അതായത് ഈ വ്യക്തി വളരെയധികം നിങ്ങളിലേക്ക് ഓവർ പൊസസീവ് എനർജി ഷോ ചെയ്യുന്നു എന്നതിനെ കാണിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് കിട്ടിയിട്ടുള്ളത് ടിയേഴ്സ് എന്നുള്ളൊരു കാർഡാണ്. കണ്ടോ, നിങ്ങൾ അവഗണിക്കുകയാണ്, നിങ്ങൾ ഈ വ്യക്തിയെ വേണ്ട എന്ന് പറയുകയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഇവർക്ക് ഇങ്ങനെ തോന്നുകയാണ് എങ്കിൽ അത് ഓർത്ത് ഒരുപാട് ഇവർക്ക് ടിയേഴ്സ് ആണ്, ഇവർക്ക് കണ്ണീര് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇവർ ഒരുപാട് കരയുന്നുണ്ട്, വിഷമിക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് യു ആർ മൈ സോൾമേറ്റ്. കണ്ടോ, ഇവരുടെ സോൾമേറ്റ് ആണ് നിങ്ങൾ. ഇവരും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒരു സോൾമേറ്റ് കണക്ഷൻ ആണ്. നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പെയർ ആണ് ഈ വ്യക്തിയുടെ എന്ന് നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട്. ആ ഒരു അവയർനെസ് ഈ വ്യക്തിക്ക് ഉണ്ടാവുന്നുണ്ട്. നെക്സ്റ്റ് കിട്ടിയിട്ടുള്ളത് ഹാവ് മൈ കിഡ്സ്. തീർച്ചയായിട്ടും നിങ്ങളുമായിട്ടൊരു ഫാമിലി ലൈഫ്, അല്ലെങ്കിൽ ഒരു ഫാമിലിയെ കാണിക്കുന്ന കാർഡാണ്. മേ ബി നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിലുള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫാമിലി വേണമെന്നൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ചില ആളുകൾക്ക് മേ ബി നിങ്ങളുടെ പേഴ്സന്റെ ലൈഫിൽ കുട്ടികൾക്ക് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടാകാം. മേ ബി കുട്ടികളോട് ഒരുപാട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. അതായത് മറ്റൊരു ഫാമിലി ഈ വ്യക്തിക്കോ നിങ്ങൾക്കോ ഉണ്ടെങ്കിൽ കുട്ടികൾ ഇതിൽ ഇൻവോൾവ് ആയിരിക്കാം. സോ കുട്ടികളുമായിട്ടുള്ള ആ ഒരു കണക്ഷനെയും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനെയും ഈ വ്യക്തി മേ ബി ഒരുപാട് ഡീപ്ലി ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു കാർഡാണ്. മേ ബി കുറച്ചു പേരൊക്കെ ഡിവോഴ്സി ആയിട്ടുള്ള ആളുകൾ ഉണ്ടാകാം. മറ്റൊരു റിലേഷൻഷിപ്പ് ഈ വ്യക്തിക്കോ നിങ്ങൾക്കോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികൾ ഇതിൽ ഇൻവോൾവ് ആകാനുള്ള ഒരു സാധ്യതയും കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് യു ആർ സോ സ്മാർട്ട് എന്നുള്ളൊരു കാർഡാണ്. അതായത് നിങ്ങളുടെ സ്മാർട്ട്നെസ് ഈ വ്യക്തിക്ക് അത്രമാത്രം ഇഷ്ടമാണ്. നിങ്ങളുടെ പേഴ്സണാലിറ്റി, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഒക്കെ ഈ വ്യക്തിയെ ഒരുപാട് നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആക്കുന്നുണ്ട്.
നെക്സ്റ്റ് കിട്ടിയിട്ടുള്ളത് യു ആർ മൈ ഫേവറേറ്റ്. കണ്ടോ, നിങ്ങൾ ഇവരുടെ ഫേവറേറ്റ് പേഴ്സൺ ആണ്. നിങ്ങളെ മറന്നുകൊണ്ടോ നിങ്ങളിൽ നിന്നും ഒരുപാട് നേരത്തേക്ക് മാറി നിന്നുകൊണ്ടോ ഇവർക്കൊരു ലൈഫ് ഇല്ല. നിങ്ങൾ അത്രമാത്രം ഇവരുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് ഈ വ്യക്തിക്ക് പല കാര്യങ്ങളും നിങ്ങളില്ല എങ്കിൽ എക്സോഷൻ അനുഭവപ്പെടുന്നത്. നിങ്ങൾ കൂടെ ഇല്ല എന്നുള്ള ഒരു ചിന്ത പോലും ഇവരെ ഒരുപാട് ടയേർഡ് ആക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് വാട്ട് ഐ എം ടുഡേ ഈസ് ഓൾ ബിക്കോസ് ഓഫ് യു. അതായത് ഈ വ്യക്തി പറയുന്നു, നോക്കൂ, ഞാൻ ഇന്ന് എന്താണോ എന്റെ ലൈഫിൽ എന്ത് പോസിറ്റിവിറ്റീസ് ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴെങ്കിലും അതെല്ലാം നീ കാരണമാണ്. നിന്റെ ഒരു പ്രസൻസ് കൊണ്ടും നിന്റെ എന്റെ ലൈഫിലുള്ള ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടുമാണ് എന്റെ ലൈഫ് ഇത്രത്തോളം മനോഹരമാക്കാൻ എനിക്ക് സാധിച്ചത്. മേ ബി പോസിറ്റീവ്നെസ് ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുള്ളത് നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ വന്നതിൽ പിന്നെയാണ്. നിങ്ങൾ ഇവരെ അത്രമാത്രം മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മേ ബി ഏറ്റവും മോശം അവസ്ഥയിലായിരിക്കാം ഈ വ്യക്തി നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലായത്, അല്ലെങ്കിൽ മേ ബി അത്രമാത്രം നിങ്ങൾ ഇവരെ കെയർ ചെയ്തുകൊണ്ട് ഉയർത്തിക്കൊണ്ടുവന്നു എന്നുള്ളത് ഇവിടെ വളരെ വ്യക്തമായിട്ട് നിങ്ങളുടെ പേഴ്സൺ പറയുന്നു. നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് വി ഹാവ് നെവർ ഓൺലി ബീൻ ഫ്രണ്ട്സ്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു കുറച്ചു പേരൊക്കെ ഫ്രണ്ട്സ് ആയതിനു ശേഷം റിലേഷൻഷിപ്പിലായ വ്യക്തികളായിരിക്കാം. ഒരിക്കലും നിങ്ങൾ ഒരു സാധാരണ ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നില്ല, ഒരു ഡെപ്ത് ഉള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്, എന്തും ഷെയർ ചെയ്യാൻ പറ്റുന്ന, ഏതൊരു അവസ്ഥയിലും കൂടെ നിൽക്കുന്ന, അല്ലെങ്കിൽ അത്രമാത്രം ഒരു സോൾ ടു സോൾ കോൺട്രാക്ട് ഉള്ള ആളുകൾ തന്നെയായിരുന്നു. സോ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൽ നിന്നുമാണ് നിങ്ങൾ റിലേഷൻഷിപ്പിലേക്ക് ഒരിക്കലും പിരിയാൻ പറ്റാത്ത ആ ഒരു ബന്ധത്തിലോട്ട് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് വെൻ ഐ സീ യുവർ ഐസ് ഐ ഫീൽ ലൈക്ക് ഐ നോ യു ഫ്രം മൈ പാസ്റ്റ് ലൈഫ്. കണ്ടോ, പാസ്റ്റ് ലൈഫ് കണക്ഷനെ കാണിക്കുന്ന കാർഡാണ്. അതായത് ഈ വ്യക്തിക്ക് നിങ്ങളെ ഫസ്റ്റ് കണ്ടപ്പോൾ മുതൽ, അല്ലെങ്കിൽ നിങ്ങളെ കാണുമ്പോൾ മുതൽ ഈ വ്യക്തിക്ക് തോന്നുകയാണ് നിങ്ങൾക്കിടയിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട്. മേ ബി നിങ്ങൾ രണ്ടുപേരും അത് പറഞ്ഞിട്ടുണ്ടാകാം. ഒരുപാട് കാലത്തെ ഒരു പരിചയം പോലെ, അല്ലെങ്കിൽ കുറച്ചു കാലത്തെ പരിചയം ഉണ്ടായിരുന്നു എങ്കിൽ പോലും നിങ്ങൾക്ക് ഒരുപാട് ജന്മങ്ങൾ കൂടെ ജീവിച്ച, അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഒക്കെ തോന്നിയിരുന്ന അത്തരത്തിലുള്ള ഒരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ടാകാം. സോ ഡെഫിനറ്റ്ലി ഈ വ്യക്തിക്ക് നിങ്ങളുമായിട്ടൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ തോന്നിക്കുന്നുണ്ട് എന്നത് കാണിക്കുന്നു. സോ സോൾമേറ്റ് ആണ് എന്ന് ഈ വ്യക്തി തീർച്ചയായിട്ടും വിചാരിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഐ ലവ് യുവർ വോയിസ് ഐ ഫീൽ റിലാക്സ്ഡ്. മേ ബി നിങ്ങളുടെ വോയിസ്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്പീച്ച്, നിങ്ങളുടെ വാക്കുകൾ, നിങ്ങളുടെ സംസാര രീതിയൊക്കെ വളരെയധികം ഈ വ്യക്തി അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഈ വ്യക്തി വളരെയധികം റിലാക്സ് ആകുന്നത് നിങ്ങളോട് സംസാരിക്കുമ്പോഴും, നിങ്ങളുടെ വോയിസ് വളരെയധികം ഈ വ്യക്തിക്ക് ഒരു സാന്ത്വനം അല്ലെങ്കിൽ ഒരു റിലീഫ് ആണ് എന്ന് ഈ വ്യക്തി പറയുന്നു. മേ ബി മ്യൂസിക്കുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ആളുകളായിരിക്കും, അതായത് നല്ലപോലെ പാടുന്ന നല്ലൊരു സ്വീറ്റ് വോയിസിനുടമയായിരിക്കാം നിങ്ങൾ. സോ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളുടെ വോയിസിന് അത്രമാത്രം ഈ വ്യക്തിയുടെ ലൈഫിൽ ചേഞ്ചസ് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഇമോഷണലി ഈ വ്യക്തിയെ ഒരുപാട് റിലാക്സ് ചെയ്യിപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്ന് ഈ പേഴ്സൺ പറയുന്നു. നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് കാർമിക് പാർട്ട്ണർ എന്നുള്ളൊരു കാർഡാണ്. മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു കർമ്മ ഫുൾഫിൽ ചെയ്യാനായിട്ടായിരുന്നു നിങ്ങൾ കണ്ടുമുട്ടിയത്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഒരു കാർമിക് പാർട്ട്ണർ ആയിരുന്നു. അതായത് കാർമിക് പാർട്ട്ണർ എന്ന് പറയുമ്പോൾ അത് ഒരു ഗുഡ് കാർമിക് പാർട്ട്ണറുമാകാം, ബാഡ് കാർമിക് പാർട്ട്ണറുമാകാം. ഓക്കെ, സോ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടായിരുന്നു എന്ന് ഈ വ്യക്തിക്ക് തോന്നിയിട്ടുണ്ട്, നിങ്ങൾക്കും ഫീൽ ആയിട്ടുണ്ടാകാം. സോൾമേറ്റ് ആണ്. സോ തീർച്ചയായിട്ടും ഒരുപാട് കാർമിക് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ നിങ്ങൾ പോകേണ്ടതായിട്ടുണ്ടാകാം. നിങ്ങൾക്ക് ഒരുപാട് വട്ടം പിരിഞ്ഞു നിൽക്കേണ്ടി വരുന്നുണ്ടാകാം. തേർഡ് പാർട്ടി സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ തന്നെ തീർത്തും ബ്രേക്കപ്പ് ആക്കുന്ന അവസ്ഥയിൽ പോലും എത്തിക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടാകാം. ഓക്കെ, സോ കാർമിക് പാർട്ട്നേഴ്സ് ആകുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് സഫറിങ്സ് നേരിടേണ്ടി വരും. അതേപോലെ തന്നെ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടാകാം, അല്ലെങ്കിൽ ഒരുപാട് ദൂരം മാറി നിൽക്കേണ്ടുന്ന അവസ്ഥ, അങ്ങനെ ഒരു ടൈം ഒക്കെ വരാം. പക്ഷേ എന്നിരുന്നാലും കാർമിക് പാർട്ട്നേഴ്സിന് ഒരിക്കലും അത് ഗുഡ് കാർമിക് പാർട്ട്ണർ ആണ് എങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് സോൾമേറ്റ് കണക്ഷൻ ആണ് നിങ്ങളുടേത് എന്ന് നേരത്തെ കണ്ടു അല്ലെ. സോ തീർച്ചയായിട്ടും അങ്ങനെയൊരു ആൾക്കാരാണ്, അങ്ങനെയൊരു കാർമിക് പ്രസൻസ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഫീൽ ചെയ്യുന്നുണ്ട്, സോൾമേറ്റ് പ്രസൻസ് തോന്നുന്നുണ്ട് എങ്കിൽ നിങ്ങൾ വീണ്ടും കണ്ടുമുട്ടും എന്നതിനെ തീർച്ചയായിട്ടും ഇവിടെ കാണിക്കുന്നു. ഓക്കെ, സോ ഗുഡ് കാർമിക് പാർട്ട്നേഴ്സ് ആണ് നിങ്ങൾ എന്നുള്ളതാണ് കാണിക്കുന്നത്. കാരണം വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത്. എന്തെങ്കിലും ഒരു കാർമിക് ആയിട്ടുള്ള കണ്ടീഷൻ കാരണം, സിറ്റുവേഷൻ കാരണം നിങ്ങൾ രണ്ടുപേരും രണ്ടായിട്ട് നിൽക്കുന്ന അവസ്ഥയാണ് എങ്കിലും
ആ ഒരു ലൈഫ് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ തീർച്ചയായിട്ടും മാറും, പോസിറ്റീവ് ആകും. അതേപോലെ തന്നെ ചില ആളുകളുടെ ലൈഫിലേക്ക്, ഈ പേഴ്സന്റെ ലൈഫിലേക്ക് ഒരു കാർമിക് പാർട്ട്ണർ ആയിട്ട് ചില ആളുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് കാർമിക് പാർട്ട്നേഴ്സ് വന്നിട്ടുണ്ടാകാം. പക്ഷെ അതൊന്നും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നശിപ്പിക്കുന്ന രീതിയിലുള്ളതല്ല. അതൊക്കെ ഒരു ടൈം പീരീഡിലോട്ട് മാത്രമുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് സോൾമേറ്റ് കണക്ഷൻ ആണ് എന്നാണ് നിങ്ങളുടെ പേഴ്സൺ കരുതുന്നത്. നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഐ ഹൈഡ് മൈ ടിയേഴ്സ് അണ്ടർ മൈ സ്മൈൽ. കണ്ടോ, നിങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള ആ ഒരു ചിന്തകളൊക്കെ ഇവരെ ഒരുപാട് എക്സോസ്റ്റഡ് ആക്കുന്നുണ്ട്. ഇവർക്ക് ടിയേഴ്സ്, തീർച്ചയായിട്ടും നേരത്തെ നമുക്ക് ടിയേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഇവരുടെ ആ ഒരു സാഡ് ഫേസിന്, അവരുടെ ആ ഒരു കരച്ചിലിനെ മേ ബി ഇവർ ഹൈഡ് ചെയ്യുന്നത് ഒരു പുഞ്ചിരിയിലാണ്. മേ ബി എക്സ്പ്രസ് ചെയ്യാൻ മടിയുള്ള പേഴ്സൺ ആയിരിക്കാം. ആറ്റിറ്റ്യൂഡ്, ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു നേച്ചർ ഈ വ്യക്തിക്ക് ഉണ്ടാകാം. അതുകൊണ്ട് എക്സ്പ്രസ് ചെയ്യുന്നില്ല. വളരെ സ്റ്റബേൺ ആയിട്ട് ഞാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല, വളരെ സ്റ്റേബിൾ ആറ്റിറ്റ്യൂഡൊക്കെ കാണിക്കുന്നു. പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ വളരെയധികം വിഷമിക്കുകയാണ്, കരയുകയാണ് നിങ്ങളെ കുറിച്ച് ഓർത്ത്. ഓക്കെ, സോ തീർച്ചയായിട്ടും ഇവർ ചിരിച്ചുകൊണ്ട് ഒരു സ്റ്റാറ്റസ് ഇടുകയാണെങ്കിൽ നിങ്ങൾ കരുതരുത് ഇവരൊരിക്കലും വളരെ ഹാപ്പിയാണ്, നിങ്ങളിൽ നിന്നും വിട്ടുപോയിട്ട് ഇവർക്ക് ഒരു തരത്തിലുള്ള നെഗറ്റിവിറ്റീസും ലൈഫിൽ ഇല്ല എന്ന് നിങ്ങൾ കരുതരുത്. മേ ബി കർമ്മ സെർവ് ആകുന്നുണ്ട്, അതുകൊണ്ടാണ് ഇവർക്ക് ഉള്ളിൽ കരയേണ്ടി വരുന്നത്. ഇവർക്ക് മനസ്സമാധാനം ഇല്ല. തീർച്ചയായിട്ടും എക്സോഷൻ ഇവർ അനുഭവപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ഓപ്പൺ അപ്പ് ആകും. അതിനുവേണ്ടിയാണ് നിങ്ങളോട് പറയുന്നത് മാനിഫെസ്റ്റ് ചെയ്യുക, പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണിൽ ആ ഒരു ചേഞ്ചിനെ നിങ്ങൾ അട്രാക്ട് ചെയ്യുക എന്ന്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് വൈ ഐ ഡിഡന്റ് അണ്ടർസ്റ്റുഡ് യുവർ ലവ് നൗ ഐ റിഗ്രറ്റ്. കണ്ടോ, നിങ്ങളുടെ പ്രണയവും നിങ്ങളുടെ ആത്മാർത്ഥതയും മനസ്സിലാക്കാതെ ഈ വ്യക്തി പ്രവർത്തിച്ചിരുന്നു, തേർഡ് പാർട്ടിയെ അട്രാക്ട് ചെയ്തിരുന്നു എങ്കിൽ ഇപ്പോൾ ആ ഒരു റിഗ്രറ്റ് ഇവർക്ക് ഉണ്ടാകുന്നുണ്ട്, പശ്ചാത്താപം ഉണ്ടാകുന്നുണ്ട്. ഇവർക്കത് ഓർത്തോർത്ത് ഇവർ ഒരുപാട് വിഷമിക്കുന്ന ഒരു സാഹചര്യമാണ്. സോ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങൾക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആക്ഷനുമായിട്ട് വരാനുള്ള സാധ്യത വളരെ വ്യക്തമായിട്ട് കിട്ടിയിട്ടുണ്ട്. റീയൂണിയൻ പോസിബിലിറ്റി, റീകണക്ഷൻ പോസിബിലിറ്റി ഉണ്ട്. അത് നിങ്ങൾ ക്ലെയിം ചെയ്യണം. നല്ല പോലെ പ്രാർത്ഥിച്ച്, നല്ല പോലെ മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗിൽ എനിക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഈ റീഡിംഗ് ഒരു ജനറൽ റീഡിംഗ് ആണ്. സോ എല്ലാവർക്കും ഒരുപോലെ റീസണേറ്റ് ആകണമെന്നില്ല. നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനുമായിട്ട് റീസണേറ്റ് ആകുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. മറ്റുള്ള കാര്യങ്ങളൊക്കെ വിട്ടേക്കുക. അതേപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽലെസ് റീഡിംഗ് ആണ്. മെയിൽ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും റീഡിംഗ് കാണാവുന്നതാണ്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾ എത്രമാത്രം ഈ ഒരു റീഡിങ്ങിന്റെ എനർജി നിങ്ങൾ ക്ലെയിം ചെയ്യുന്നു, അത്രമാത്രം വിശ്വാസത്തോടു കൂടി നിങ്ങളുടെ പേഴ്സൺ മാറും, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ പോസിറ്റീവ് ചേഞ്ചസ് ഉണ്ടാകും, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബെറ്റർ ആകുമെന്ന് പൂർണ്ണമായിട്ടും വിശ്വാസത്തോടു കൂടി നിങ്ങൾ ഈ എനർജി നിങ്ങൾ ക്ലെയിം ചെയ്യുന്നു, അത്രമാത്രം നിങ്ങളുടെ ലൈഫിലേക്ക് റിയാലിറ്റി പോലെ ഇത് സാധ്യമാകും. ഓക്കെ, അതേപോലെ തന്നെ നല്ല പോലെ മാനിഫെസ്റ്റ് ചെയ്യുക. കാരണം ഏതൊരു കാര്യവും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് വളരെ പോസിറ്റീവായിട്ടും അത് നടക്കില്ല എന്നുള്ളൊരു തോന്നൽ ഒരിക്കലും മനസ്സിൽ കൊണ്ടുവരാതെ വളരെയധികം പോസിറ്റീവായിട്ട് ഇതെനിക്ക് എൻ്റെ ലൈഫിൽ എനിക്ക് അർഹതപ്പെട്ടതാണ്, എനിക്കത് നടന്നിരിക്കും, അതുകൊണ്ട് അങ്ങനെ വളരെ വ്യക്തതയോടുകൂടി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ വളരെ പോസിറ്റീവ്ലി, വളരെയധികം ആത്മാർത്ഥമായിട്ട്, വളരെയധികം വിശ്വാസപൂർവ്വം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങൾക്കത് കമന്റ് ആയിട്ട് എഴുതാം, റീറൈറ്റ് ചെയ്യാം. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും മാനിഫെസ്റ്റേഷൻസ് ഒരു റിയാലിറ്റി പോലെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അനുഭവിച്ചറിയാൻ സാധിക്കും. ഓക്കെ, അതേപോലെ തന്നെ നല്ല പോലെ പ്രാർത്ഥിക്കുക. പ്രാർത്ഥനകൾക്ക് വളരെയധികം ശക്തിയുണ്ട്. നിങ്ങൾ നേരിട്ട് ഈശ്വരനോട് നിങ്ങളുടെ ആ ഒരു വിഷമങ്ങളെയും നിങ്ങളുടെ പേഴ്സന്റെ ആ ഒരു സിറ്റുവേഷനെയും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെയും ഒക്കെ സമർപ്പിച്ചുകൊണ്ടാണ്, ആ ഒരു ഹീലിംഗിന് വേണ്ടിയൊക്കെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വളരെയധികം ഫെയ്ത്ത് വെച്ച് വളരെ വിശ്വാസപൂർവ്വം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്കത് സാധ്യമാകും. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് റീറൈറ്റ് ചെയ്യാം. കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫിലേക്ക് ഏറ്റവും പെട്ടെന്ന് അട്രാക്ട് ചെയ്യാനുള്ള ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ് റീറൈറ്റിംഗ്. ഓക്കെ, സോ തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് എഴുതാൻ മറക്കരുത്. നിങ്ങൾക്ക് കൂടുതൽ പോസിറ്റിവിറ്റി ലഭിക്കാനാണ് തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുക. അതേപോലെ തന്നെ താങ്ക് യു മെസ്സേജസ് എഴുതുക. കാരണം നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഓരോ ചെറിയ പോസിറ്റീവ് ചേഞ്ചസിനെയും നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിക്കൊള്ളട്ടെ, നിങ്ങളുടെ പേഴ്സന്റെ ക്യാരക്ടറിലായിക്കൊള്ളട്ടെ, അതേപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന, നിങ്ങളുടെ കരിയറിൽ ഉണ്ടാകുന്ന ചെറിയ പോസിറ്റീവ് ചേഞ്ചസിന് പോലും നിങ്ങൾ താങ്ക് യു പറയുക. ഈശ്വരനോട് നിങ്ങൾ നന്ദി പറയുക. നിങ്ങൾ ഏതൊരു ശക്തിയിലാണോ വിശ്വസിക്കുന്നത് ആ ഒരു ശക്തിയെ മനസ്സുകൊണ്ട് നിങ്ങൾ നന്ദി അർപ്പിക്കുക. നിങ്ങൾക്ക് അത് കമന്റ് ആയിട്ട് എഴുതാം. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ കൂടുതൽ നിങ്ങളിലേക്ക് പോസിറ്റീവ് ബ്ലെസ്സിങ്സ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. തീർച്ചയാണ്, ഡെഫിനറ്റ്ലി നിങ്ങൾക്കത് അനുഭവപ്പെടും നിങ്ങളുടെ ലൈഫിൽ.
അതേപോലെ തന്നെ എല്ലാ വ്യക്തികളും അവരുടെ പേഴ്സൺ അല്ലെങ്കിൽ അവരുടെ ലൈഫ് എന്നൊക്കെ പറയുന്നത് വ്യത്യാസപ്പെട്ടിരിക്കും അല്ലെ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കർമാസ്, നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കർമാസ് ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ ഈ ഒരു ലൈഫിലുള്ള കർമാസ് നിങ്ങൾക്ക് ബാലൻസ് ആകുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടുക. എന്ന് വെച്ചിട്ട് നിങ്ങൾ പകുതി വഴിയിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസും നിങ്ങളുടെ പ്രേയേഴ്സും നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാം. നിങ്ങളുടെ ഈ ലൈഫിൽ നിന്നും നിങ്ങളുടെ പേഴ്സൺ മാറണം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ ഒരു കംബാക്ക് അല്ല, നിങ്ങൾ പുതിയൊരു ലൈഫാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പ്രാർത്ഥിക്കാം. അല്ല നിങ്ങളുടെ പേഴ്സന്റെ കംബാക്ക് ആണ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിന് കൂടുതൽ കൂടുതൽ ബെറ്റർമെന്റ് ആയി വരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. മാനിഫെസ്റ്റേഷൻസ് എന്തിനാണോ അത് നല്ല പോലെ അത് എന്താണെന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിൽ വിചാരിക്കുക. അതിന് മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് വളരെ മികച്ച രീതിയിൽ വളരെ പോസിറ്റീവായിട്ട് നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ വരാനായിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. ഓക്കെ, സോ തീർച്ചയായിട്ടും ഓരോരുത്തരും ഡിഫറെന്റ് പേഴ്സൺ ആണ് എന്ന് വീണ്ടും വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന കാര്യങ്ങളെ നിങ്ങൾക്ക് ബെറ്റർ ആക്കാൻ നിങ്ങൾക്ക് ഏറ്റവും നല്ല മാർഗമാണ് മാനിഫെസ്റ്റേഷൻസും പ്രേയേഴ്സും. വളരെ പോസിറ്റീവ്ലി നിങ്ങൾ ലൈഫിനെ കാണുമ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവ് കാര്യങ്ങൾ വരും. അല്ലാതെ നിങ്ങൾ തന്നെ വിചാരിച്ചു നോക്കൂ, നെഗറ്റീവായിട്ട് ഇരുന്ന് നെഗറ്റീവായിട്ടുള്ള ചിന്തകളും കൊണ്ടിരുന്ന് വിഷമിച്ച് കരഞ്ഞ് ഇനി എന്നും ലൈഫിൽ പോസിറ്റീവ് ആകില്ല എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് പോസിറ്റീവ് റിസൾട്ട് കിട്ടുമോ എന്ന് കൂടി നിങ്ങൾ വിചാരിക്കുക. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് വളരെയധികം ആവശ്യമാണ്. സോ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ഹരേ കൃഷ്ണ.